പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർമ്മലയെ രക്ഷിച്ചത് നിധിയാണെന്ന് അറിയുമ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഗൗതം പറയണേ, എൻ്റെ ഭാര്യ കറക്റ്റ് സമയത്ത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തത് കൊണ്ടാണ് നിർമ്മലാമ്മ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിധി പറയണേ, നിർമ്മലാമ്മയെ അവർ ഇങ്ങനെ ഒരു ചതിയിൽ പെടുത്തുമെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. ഗൗതമിനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയത് നിർമ്മലാമ്മ അറിഞ്ഞത് അവർക്ക് മനസ്സിലായി. സിയും ജ്യോതിയും ശിവാനിയും കൂടി എന്തെങ്കിലും ഒരു ചതി നിർമ്മലാമ്മക്കെതിരെ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശിവാനിയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയത്. അവർ ചെയ്ത ചതിപ്രയോഗം അവർക്ക് തന്നെ തിരിച്ചു പണിതത് ഞാൻ അതുകൊണ്ടാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ജ്യോതിയും ശിവാനിയും കൂടി ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. നിർമ്മല പറയണേ, പെട്ടെന്ന് ഞാനാണ് മോതിരം മോഷ്ടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ വിഷമിക്കുന്ന സമയത്താണ് നിധി എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ സംസാരിച്ച് എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു സ്വകാര്യം പറഞ്ഞു തന്നത്. ശിവാനിയെ തന്നെ കുറ്റക്കാരിയാക്കാം, അങ്ങനെയാണെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും. നിധി പറഞ്ഞു തന്നതുപോലെ ചെയ്തത് കൊണ്ടാണ് സത്യം പുറത്തു വന്നത് എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുന്ന ശിവാനി, എടി ഭയങ്കരി, ഇനി ആള് കൊള്ളാമല്ലോ, ഒരുപാട് നന്ദിയുണ്ട് നിധി എന്ന് പറയട്ടോ നിർമ്മല. അപ്പോൾ ഈ സമയത്ത് ജ്യോതിയൊക്കെ ഇത് കേൾക്കുമ്പോൾ ജ്യോതി മനസ്സിൽ, എടി ഭയങ്കരി, നീ എന്നെയും പറ്റിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ ഗൗതം പറയണേ, അവരുടെ ചതിയിൽ നിന്നും നിർമ്മലാമ്മയെ കറക്റ്റ് സമയത്ത് നിധി രക്ഷപ്പെടുത്തിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. നിർമ്മല പറയണേ, ഗൗതം അങ്ങനെ ആശ്വസിക്കാനൊന്നും ആയിട്ടില്ല, അവർ ഇനിയും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. എന്നോട് ചെയ്ത ഈ ചതി ചിലപ്പോൾ അടുത്തത് നിങ്ങളെ രണ്ടുപേരെയാവും ചതിയിൽപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിനാണ് നിധി കറക്റ്റ് സമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഒരു കള്ളി എന്നുള്ള പേരോടുകൂടി എനിക്കിവിടെ നിന്നും പടിയിറങ്ങേണ്ടി വന്നേനെ. സിയും ജ്യോതിയും ഇവിടെ ഉള്ളിടത്തോളം കാലം മനസമാധാനം ഉണ്ടാവില്ല. നിങ്ങളെ ചതിയിൽപ്പെടുത്താനാണ് അവർ നോക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള വഴി നോക്കണം ഗൗതം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജ്യോതിയും ശിവാനി, ഇവളാള് കൊള്ളാമല്ലോ, ഇവള് നമ്മളെ ഇവിടെ നിന്നും പുറത്താക്കാനുള്ള വഴിയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വേലക്കാരിയായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവളപ്പോൾ ആരാണ് എന്നൊക്കെ ആ സമയം അവർ രണ്ടുപേരും മനസ്സിൽ ചിന്തിക്കുകയാണ്. സി അവനൊരു ഭയങ്കര ചതിയനാണ്. അവൻ ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത മനസ്സുള്ളവനാണ്. അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. അതുപോലെ ആ ജ്യോതി, അവൾ കുടുംബം മുഴുവൻ നശിപ്പിക്കാൻ നോക്കുകയുള്ളൂ, അത്രയ്ക്ക് വൃത്തികെട്ടവളാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അവർക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ജ്യോതിക്കും ശിവാനിക്കും. എന്നിട്ട് നിർമ്മല പറയാണ്, സിയുടെ കൂടെയും ജ്യോതിയുടെ കൂടെയും കൂടി ശിവാനിയും ഈ വീടിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിയെയും ഭാര്യയെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം ഗൗതം. അല്ല എന്നുണ്ടെങ്കിൽ ഇനി വേറെന്തെങ്കിലും നിന്നെ അപായപ്പെടുത്താനാണ് അവർ നോക്കുകയുള്ളൂ, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഗൗതമും നിധിയും പറയണേ, അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് അവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള വഴിയാണ് ഞാനും ആലോചിക്കുന്നത് എന്ന് പറയാണ്. അവരെ ഇവിടെ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ശിവാനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതോടുകൂടി ശിവാനി പിന്നെ ഒതുങ്ങിക്കോളും എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ശിവാനിയും ജ്യോതിയും ദേഷ്യപ്പെട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ജ്യോതി ശിവാനിയോട് പറയാണ്, വേലക്കാരി ആള് ചില്ലറക്കാരിയല്ലല്ലോ, അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി നോക്കിയ നമ്മളേനെ ഇപ്പോൾ അവൾ ഇവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ശിവാനി പറയുന്നത്, അവള് ചില്ലറക്കാരിയല്ല എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, അവളെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പോൾ ഞാനാണ് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കേണ്ടി വന്നത്. അപ്പോൾ ജ്യോതി പറയണ, അല്ല ശിവാനി, എനിക്കൊരു സംശയം, യഥാർത്ഥത്തിൽ ഈ നിർമ്മല ആരാണ്? അവൾ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ? എന്നിട്ട് അവൾ വീടിനെ രക്ഷപ്പെടുത്താനുള്ള വഴിയൊക്കെയാണല്ലോ നോക്കുന്നത്. ആദ്യം ഗൗതമിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ വീടിനെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു. ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കൊരു സംശയം, ഗൗതമിന്റെ യഥാർത്ഥ അമ്മ അവളാണെന്ന്. അപ്പോൾ ശിവാനി പറയുന്ന, ആ സംശയം എനിക്കും ഉണ്ട്. അവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ അങ്ങനെയാണ്. നിധിക്ക് നിർമ്മല എന്ന് വെച്ച അത്രയ്ക്ക് ജീവനാണ്. നിർമ്മലയ്ക്ക് തിരിച്ചും നിധിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാനും വസുന്ധര ആന്റിയും കൂടി ഒരുപാട് തവണ അവരെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, അതൊക്കെ പോവുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ജ്യോതി പറയണേ, എങ്കിൽ ഒരു കാര്യം നമുക്കിനി ചെയ്തേ മതിയാവൂ. ഗൗതമിനെയും നിധിയെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിർമ്മല ഇവിടെ ഉണ്ടെങ്കിൽ അവളെ ഇവിടെ നിന്നും ആദ്യം പറഞ്ഞു വിടണം, അതിനൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞ് ജ്യോതി ഒരു വിഷക്കുപ്പി എടുക്കാൻ കേട്ടോ. അപ്പൊ ശിവാനി ചോദിക്കുകയാണ്, ഇതെന്താ ആന്റി എന്ന് ചോദിക്കുമ്പോൾ, ഇത് വിഷമാണ്, ഇത് കുറച്ച് ചേർത്താൽ ഉറങ്ങിപ്പോവും, അതല്ല മുഴുവനും ചേർത്ത് കഴിഞ്ഞാൽ അതോടുകൂടി മരിച്ചും പോവും, അതുകൊണ്ട് ഇതാണ് ഇനി അടുത്ത പണി എന്ന് പറയട്ടോ. അപ്പൊ ശിവാനി പറയണ, എന്താണ് ഉദ്ദേശിച്ചത് ആന്റി എന്ന് ചോദിക്കുമ്പോൾ, ഒക്കെ ഉണ്ട്, നീ വായോ, ഞാൻ വിശദമായി നിനക്ക് പറഞ്ഞു തരാം. പൊടി കുറച്ചെടുത്ത് ചായ
ചായയിലോ കാപ്പിയിലോ മിക്സ് ആക്കി കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിർമ്മല ബോധം കെട്ട് വീഴും. പൊടി മുഴുവനും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മരണമാണ് സംഭവിക്കുക എന്ന് പറയട്ടെ. അപ്പോൾ ശിവാനി പറയണേ, എന്താണ് അപ്പോൾ ആൻറ്റി ഉദ്ദേശിക്കുന്നത്? ഇത് ഫുള്ളും ചേർക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പകുതിയാണ് ചേർക്കുക. അപ്പോൾ അവൾ മരിക്കില്ലല്ലോ ആൻറ്റി. അതൊക്കെയുണ്ട്, അവളുടെ അവസാനം കുറിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർമ്മല ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. ഗുണ്ടകൾക്കാണ് വിളിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഗൗതമിൻ്റെ വീടിൻ്റെ അവിടേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോൺ എടുക്കണം. ഞാൻ പറയുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ വീട്ടിലേക്ക് കയറി വരാൻ പാടുള്ളൂ. ഇവിടെ CCTV ഉള്ളതാണ്, അത് ഓർമ്മ വെക്കണം. എന്നിട്ട് നിർമ്മല എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഇവിടെ പോയിട്ട് കിടക്കുന്നുണ്ടാവും, അവളെ നിങ്ങൾ തൂക്കിയെടുത്തോണ്ട് പോവണം. എന്നിട്ട് നല്ല ഒരു തിരക്കുള്ള റോട്ടിലേക്ക് അവളെ കൊണ്ടുപോയി ഇടണം. എന്നിട്ട് ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കണം. അഥവാ നിങ്ങളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് നിധി പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾ പറയുകയും വേണം. പിന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗുണ്ടകൾ പറഞ്ഞതുപോലെ അവിടേക്ക് ഗൗതമിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി പറയണ, ആന്റിയുടെ ഐഡിയ അടിപൊളിയായിട്ടുണ്ട്. ഇതോടുകൂടി നിർമ്മലയുടെ കാര്യം കഴിഞ്ഞു. പിന്നെ നിധിയും ഇനി കാലാകാലയിലാവുകയും ചെയ്യും. ഇത് നല്ല ഒരു ഐഡിയ ആണ്. എനിക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്. ആന്റി, ഇത് എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജ്യോതി പറയണേ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാ ആണുങ്ങളും ജോലിക്ക് പോകും. ആ സമയത്താണ് നമ്മൾ ഈ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. പിന്നീട് നിർമ്മല കിച്ചണിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിധി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മ ചെയ്യുന്നത്? ഞാൻ ഇവിടേക്ക് ക്ലീൻ ആക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് പോയില്ലേ, ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം എന്ന് കരുതി. എന്താ നിധി, നിനക്ക് എന്തെങ്കിലും വേണോ? നിനക്ക് ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ അമ്മയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. അമ്മ കുറച്ച് ശ്രദ്ധയോടുകൂടി ഇനി കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ശിവാനിയും ജ്യോതിയും അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. മോതിരം വെച്ച് അമ്മയെ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയതാണ് അവർ, അത് നടന്നില്ല. ശിവാനിക്കാണ് അത് തിരിച്ചടിയായി ലഭിച്ചത്. അതുകൊണ്ട് അവരിനി വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അമ്മയെ ഏതു വകേനയും ചതിയിൽപ്പെടുത്താനാണ് അവർ നോക്കുകയുള്ളൂ. അവരുടെ ജയത്തിന് വേണ്ടി അവർ ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂട്ടങ്ങളാണ്. അതുകൊണ്ട് അമ്മ ഈ ഒരു കാര്യം ചെയ്തേക്ക് എന്ന് പറഞ്ഞു ബ്ലൂടൂത്ത് എടുക്കുകയാണ് കേട്ടോ. ബ്ലൂടൂത്ത് ഇയർഫോൺ എടുത്ത് കൊടുക്കുകയാണ്. ഇത് അമ്മ ചെവിയിൽ വെക്കണം, ഫോണിൽ കണക്റ്റ് ആക്കിയ ശേഷം. എന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പന്തികേട് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്താ നിധി നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? അവരെന്തെങ്കിലും സംസാരിക്കുന്നത് നീ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ അടക്കം പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അമ്മയെ അപായപ്പെടുത്താൻ വേണ്ടി അവർ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഈ വീടിനെ നശിപ്പിച്ച് കാണണം എന്ന് മാത്രമാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് നമ്മളൊന്ന് മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് പെട്ടെന്ന് പാറു കേട്ടോണ്ട് വരികയാണ്. അങ്ങനെ പാറു അവിടെ മറഞ്ഞു നിൽക്കാൻ കേട്ടോ. എന്താണ് ഇവർ രണ്ടാളും സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിർമ്മല പറയാണ്, ഈ വീടിനെ തകർക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പാർവതിയുടെ വീടാണ്, അവളുടെ വീടിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീടിനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ മോൻ ഈ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അതിനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. അതിനു വേണ്ടി എൻ്റെ ജീവൻ പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ നിധി പറയണ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുന്ന പാറുവിന് ഒരു വിഷമം വരികയാണ്. എന്നിട്ട് നിധി ബ്ലൂടൂത്ത് ഇയർഫോൺ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിർമ്മല അത് ചെവിയിൽ വെക്കുകയാണ്. എന്നിട്ട് നിധി പറയാണ്, മുടി വെച്ച് അത് മറച്ചേക്ക്, ആരും കാണണ്ട എന്ന് പറയട്ടോ. അങ്ങനെ നിർമ്മല മുടി വെച്ച് ഇയർഫോൺ മറക്കുകയാണ്. എന്നിട്ട് നിധി പോവുകയാണ് കേട്ടോ. അപ്പോൾ പാറു പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് നിധി കൈയോടെ പാറുവിനെ പോക്കുകയാണ്. എന്താണാവോ ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ അമ്മ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കേട്ടു, അതിനിപ്പോൾ എന്താ പ്രശ്നം? നിർമ്മല പറയുന്നതൊക്കെ നീ മുഴുവനായിട്ടൊന്നും അങ്ങ് വിശ്വസിക്കേണ്ട. എൻ്റെ മോൻ ഗൗതമിന് പോവാനാണ് അവൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല നിധി, നീ എന്താണ് അവളുമായിട്ട് ഇയർഫോൺ എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലോ? അല്ല അമ്മേ, അത് മാത്രമാണോ അമ്മ കേട്ടുള്ളൂ? വീടിന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും എനിക്കൊരു മടിയുമില്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ അമ്മ? ഞാനൊന്നും കേട്ടില്ല എന്ന് പറയുമ്പോൾ വെറുതെ പറയണ്ട, വെറുതെ കള്ളം പറയണ്ട അമ്മ. അമ്മ അതൊക്കെ കേട്ടോണ്ട് നിൽക്കായിരുന്നു. അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഈ വീടിന് വേണ്ടിയിട്ടും എന്തെല്ലാം ത്യാഗമാണ് നിർമ്മലാമ്മ ചെയ്യുന്നത്. എന്നിട്ടും എന്തിനാണ് നിർമ്മലാമ്മയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി അമ്മ നോക്കുന്നത്? അതൊക്കെ കേട്ടപ്പോൾ പാറു ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് ആനിയും ജ്യോതിയും കൂടി ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് ഇപ്പൊ തന്നെ നമ്മളുടെ പ്ലാന് തുടങ്ങാം. പാറു നല്ല ഉറക്കത്തിലാണ്, നിധി റൂമിലാണ്. ഇത് തന്നെയാണ് പറ്റിയ സമയം, വായോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നിർമ്മലയെ വിളിക്കുകയാണ് കേട്ടോ. നിർമ്മല എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ നിർമ്മല അടുക്കളയിൽ ഓരോന്ന് ചെയ്യുകയാണ്. അപ്പോൾ എന്താ മേഡം എന്ന് ചോദിക്കേട്ടോ. രണ്ട്
കാപ്പി എടുത്തോണ്ട് വായോ എന്ന് പറയണേ. അങ്ങനെ നിർമ്മല കാപ്പി എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നിധിയെ ഫോണിൽ വിളിക്കുകയാണ്. എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഈ സമയത്ത് ചായ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ സമയത്തോ? ഇതിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമാണല്ലോ, ഈ സമയത്ത് ചായയോ? ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്. അമ്മ എന്തായാലും അവർക്ക് ചായ കൊണ്ടു കൊടുക്ക്, ഫോണ് കട്ടാക്കണ്ട, ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം എന്ന് പറയണ. അങ്ങനെ നിർമ്മല അവർക്ക് രണ്ടുപേരും ചായ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നിധി മുകളിലെ നിലയിൽ നിന്നും ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയുടെ അടുത്തേക്ക് ആ സമയത്ത് ഗൗതമും പാറുവും കൂടി വരികയാണ്. എന്താണ് നിധി എന്ന് ചോദിക്കുമ്പോൾ, വരട്ടെ, അവരെന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുകയാണ്. എന്നിട്ട് ചായ എടുത്ത ശേഷം ജ്യോതി പറയണ്, ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം, അത് കൊണ്ടുപോയോ എന്ന് പറയാട്ടോ. അപ്പൊ നിർമ്മല കിച്ചണിലേക്ക് പോയ സമയത്ത് ഈ ചായ വിഷം ചേർക്കാൻ ജ്യോതി ശിവാനിയോട് പറയണേ. അങ്ങനെ പകുതി ചേർത്താൽ മതി, ബാക്കിയുള്ളത് ഗുണ്ടകൾ ഏറ്റോളും എന്ന് പറയുമ്പോൾ, അത് വേണ്ട, ഇത് മുഴുവനും ചേർക്കണം, എന്നിട്ട് അവൾ എന്നേക്കും ഭൂമിയിൽ നിന്ന് തന്നെ അവൾ പോവണം എന്ന് പറയണം. അത് വേണ്ട എന്ന് ജ്യോതി പറയുമ്പോൾ, ഇല്ല, ഇത് മുഴുവനും ചേർക്കണം എന്ന് പറഞ്ഞ് അതിലെ വിഷം മുഴുവനും അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതങ്ങ് കലക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിധി വീഡിയോ ആയിട്ട് മൊബൈലിൽ എടുക്കുന്നുണ്ട്. ജ്യോതി പറയണേ, ഇത് മുഴുവനും ചേർത്താൽ ശിവാനി അവൾ ഇവിടെ നിന്ന് തന്നെ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ, അവൾ ഇവിടെ നിന്ന് ചത്താൽ എന്താ, ഓടിക്കടിയിൽപ്പെട്ട് ചത്താലും എല്ലാം കണക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് അത് മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് ആ ചായ അവിടെ വെക്കുകയാണ്. അപ്പോഴത്തേക്കും നിർമ്മല ചൂടുവെള്ളവുമായിട്ട് അവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഗൗതമിന് ദേഷ്യം പിടിച്ച്, ഞാൻ ഇന്ന് ഇവരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗൗതം താഴേക്ക് ഇറങ്ങി വരാൻ നിൽക്കുമ്പോൾ നിധി പറയണ, വേണ്ട ഗൗതം, അവിടെ നിൽക്ക്, അവരുടെ പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. പാറുവൊക്കെ എന്ത് ഭയങ്കരയാണ് ഇവർ രണ്ടുപേരും എന്ന് പാറുവും പറയുകയാണ് കേട്ടോ. അങ്ങനെ നിർമ്മല വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ജ്യോതി ആ വെള്ളം വാങ്ങിയിട്ട് പറയണേ, ഇത് എന്ത് ചായയാണ് ഇനി ഉണ്ടാക്കി തന്നിട്ടുള്ളത്, ഇത് ഒരു ടേസ്റ്റും ഇല്ലല്ലോ. ഇല്ല മേഡം, നല്ല ടേസ്റ്റുള്ള ചായയാണല്ലോ, എന്നാൽ നീ ഒന്ന് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ആ വിഷം ചേർത്ത ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിർമ്മല സ്വകാര്യത്തിൽ നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടത് മോളെ, ഞാൻ അത് കുടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, അതിൽ മയക്കുപൊടി ചേർത്തിട്ടുണ്ട് അമ്മേ, എന്തായാലും അമ്മ അത് കുടിച്ചേക്ക് എന്ന് പറഞ്ഞ് ഒരു മുറുക്കങ്ങ് കുടിക്കാൻ വേണ്ടി നിധി പറയുകയാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല, എല്ലാം ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറയണം. അങ്ങനെ നിർമ്മല അവരുടെ മുന്നിൽ വെച്ച് ചായ കുറച്ച് കുടിക്കുക കേട്ടോ. അത് കാണുന്ന സമയത്ത് പാറുവിനും ഗൗതമിനൊക്കെ പേടിയാവുന്നു. നിർമ്മല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയോട് കൂടിയിട്ടാണ്ടോ നിധിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ശിവാനിക്കും ജ്യോതിക്കും ഒക്കെ സന്തോഷമാവണം, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന ഭാവത്തിലാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ചായ എന്ന് ജ്യോതി ചോദിക്കാറ്. ചായക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ മേഡം എന്ന് പറയുമ്പോൾ, എങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഈ ചായ കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ശിവാനി മറ്റേ ചായ കൂടി നിർമ്മലയുടെ കയ്യിൽ കൊടുക്കാണ്ട്. അങ്ങനെ നിർമ്മല ചായയുമായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിർമ്മലയ്ക്ക് തല ചുറ്റുകയാണ്. നിധി മനസ്സിൽ ചിന്തിക്കുകയാണ്, അമ്മയ്ക്ക് ഒന്നും വരില്ല, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല, ആ വിശക്കുപ്പി ഞാൻ മാറ്റി വെച്ച് മറ്റൊരു പൊടിയാണ് അവിടെ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല, ധൈര്യമായിട്ട് അമ്മ കുടിച്ചോ എന്ന് മനസ്സിലിങ്ങനെ പറയട്ടോ. അങ്ങനെ നിർമ്മല ചായ കുടിച്ച് ആ ഗ്ലാസുമായിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിർമ്മലയ്ക്ക് തല ചുറ്റി അവിടെ വീഴുകയാണ്.